ഗേസ് ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു കിട്ടോ. അപ്പോൾ ഞാനെടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അങ്ങനെ അക്കോമഡേഷനിലേക്കുള്ള യാത്രയിലാണ്. റെയിൽവേ സ്റ്റേഷനിലിറങ്ങി 2 കിലോമീറ്റർ നടക്കണം കേട്ടോ അക്കോമഡേഷനിലേക്ക്. ചുറ്റും വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് ബാഴ്സലോണയിലെ ടൗണിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ചുറ്റും റോഡുകളാണ് കേട്ടോ. 4 കൂടിയ റോഡുകളാണ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഏത് വഴി കൂടെ പോയാലും എത്തും. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനാണ് നിൽക്കണേ എന്നുണ്ടെങ്കിൽ ആ വണ്ടി നിർത്തി നമ്മളെ പോകാനായിട്ട് അനുവദിക്കും. അതിനുശേഷം അവരെ വണ്ടി എടുക്കുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിതിൽ യാത്ര ചെയ്യാനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രായഭേദമന്യേ, അതായത് ഏജ് ഓവറായ ആളുകളൊക്കെ, അതായത് ഒരു 80, 85, 90 ഏജൊക്കെ ആയ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഒക്കെ വണ്ടി ഓടിച്ചു പോകുന്നത്, കാറൊക്കെ ഓടിച്ചു പോകുന്നത് കാണുന്നത് ഒരു കൗതുകം തോന്നിയ കാര്യമാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഉണ്ട് കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും അക്കോമഡേഷനിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നാട്ടിലേക്ക് ക്യാഷ് അയക്കാനും പുറം കാഴ്ചകൾ കാണാനും റീചാർജ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് പുറത്തിറക്കും. ഇന്ന് സാലഡ് കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പാതിര പിയ്യൻ്റെ അടുത്ത് വന്ന് ഒരു തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ മാസവും സാലഡ് കിട്ടിക്കഴിയുമ്പോൾ ഇത് പതിവാണ് കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ അയ്യപ്പസിന്റെ പരസ്യം പോലെയാണ് കേട്ടോ. പുറത്തുനിന്ന് നോക്കിയാൽ വളരെ ചെറുതും അകത്ത് വളരെ വിശാലവും നല്ല ഭംഗിയായിട്ടും അവർ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. വീടുകളൊക്കെ ആണെങ്കിൽ വർഷങ്ങളോളം പഴക്കമുള്ള വീടുകളൊക്കെയാണ് കൂടുതലും. പക്ഷെ ഈ വീടുകളൊന്നും അവർ പൊളിക്കുന്നില്ല, അത് മെയിൻ്റനൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് ക്യാഷൊന്നും വീട് ഭംഗിയാക്കാനായിട്ട്, വീടിൻ്റെ ഫ്രണ്ട് വശം ഭംഗിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പോലെ ക്യാഷ് ഇവർ ഒരുപാട് ഇതിനു വേണ്ടി കളയില്ല കേട്ടോ. ഏകദേശം എല്ലാ വീടുകളും ഒരേ ആകൃതിയും ഒരേ പെയിന്റിങ്ങും ഒക്കെയാണ്. നമുക്ക് കണ്ടാലറിയാം വീടുകളൊക്കെ ഒരുപാട് പഴയ വീടുകളാണ്. മിക്ക വീടുകളും അടച്ചിട്ടിരിക്കുന്നത് കാണാം. കാര്യം ഇവിടെ പ്രായമായ ആളുകൾ ഒക്കെ താമസിച്ച് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ മക്കളൊന്നും താമസിക്കുന്നില്ല. കാര്യം ഇവര് മക്കള് ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പനും അമ്മയും ഒരു വീട്ടിൽ, മക്കള് വേറെ വീട്ടിലേക്ക് താമസം മാറുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വീടുകൾ ഇതുപോലെ ഒരുപാട് ഒഴിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം, ആൾ താമസമില്ലാതെ. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഞായറാഴ്ചകളിലും കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. വിവിധ തരത്തിലുള്ള ക്രിസ്മസ് ട്രീകളും വിവിധ തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ലൈറ്റുകളും ഒക്കെ കടകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ എല്ലാ ഈ ഡ്രസ്സ് വിൽക്കുന്ന കടകളിലും റെഡ് കളറിലുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ നിറച്ചു തൂക്കിയിട്ടാണ്. അതുപോലെ ഈ റെഡ് കളറിലെ പൂക്കൾ ഇവര് ക്രിസ്മസിന് വീടുകളിൽ മേടിച്ചു വെക്കും കേട്ടോ. കടകൾ അവധിയാണ്. എല്ലാ കടകളിലും ക്രിസ്മസ് ട്രീയും, അതുപോലെ ഇത് ഒരു നാരങ്ങക്കുരുവിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 12 അടി ഉയരമൊക്കെ ഇതിനുണ്ടാവും. ബാഴ്സലോണയിലാണ് കേട്ടോ ഇത് ഉള്ളത്. ഇതിന്റെ താഴെ കുറച്ച് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. 999 ഇട്ടിട്ട് കുറേ സീറോ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയാൻ പാടില്ല. എല്ലാവരും പറയണത് ഇതിനകത്ത് അത്രയധികം നാരങ്ങ കുരുക്കൾ ഇതിനുള്ളിൽ
ഇട്ടിട്ടുണ്ടെന്നാണ് പറയണത്. നമുക്ക് അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത്ര അധികം അങ്ങനെ ഇട്ടു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഏകദേശം ഒരു 5 മണിയായി കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ, ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പേടാ നല്ല അടിപൊളി മഴ. അടിപൊളി മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് പെയ്യണ മഴ. മഞ്ഞാണ് ഈ പെയ്യണത്, കണ്ടോ, നിറച്ചു മഞ്ഞ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇതുപോലെ മഞ്ഞുമഴ കാണുന്നത്. ചരല് വാരി എറിയുന്ന പോലെ. നമ്മൾ കുട ചൂടിയൊക്കെ നടക്കുകയാണെങ്കിൽ കുട ഒരു ഭാഗമാകും. ഒരു വശത്തേക്ക്, റോഡിന്റെ ഒരു വശത്തേക്ക് കയറി നിന്നിട്ടാണ് ഞാനിതൊക്കെ പിടിക്കണത്. കണ്ട, കാറിന്റെ മുകളിലൊക്കെ മഞ്ഞാണ് പെയ്യണത്. മഞ്ഞ് മഴ കണ്ടോ, ചരല് പോലെ കിടക്കണത് കാണാൻ നല്ല ഭംഗിയാട്ടോ.